ഹായ്, എല്ലാവർക്കും എക്സൽ ഓൺലൈൻ സൺഡേ സ്കൂളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു പുതിയ പാഠം പഠിക്കാൻ പോവാം. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ നല്ല നല്ല പാഠങ്ങളും കഥകളും യേശു കർത്താവിൻ്റെ അത്ഭുതങ്ങളും ഒക്കെ പഠിച്ചു. ഇന്ന് നമ്മളൊരു പുതിയ പാഠം പഠിക്കാൻ പോവാം. പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യുന്നത്? പ്രാർത്ഥിക്കാറുണ്ടല്ലേ? അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളുമായി കർത്താവെ, അങ്ങയുടെ വചനം പഠിക്കുവാൻ ഞങ്ങൾ അടുത്ത് വരുന്നു. ദൈവത്തിൻ്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഈ കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും ഉറക്കെ രാമേൻ പറഞ്ഞേ. ആമേൻ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം ചന്ദ്രരോഗിയായിട്ടുള്ള ഒരു മോനെ യേശു കർത്താവ് സൗഖ്യമാക്കുന്ന കഥയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഒരു പിതാവ് തൻ്റെ മകന് ചന്ദ്രരോഗം ബാധിച്ചിട്ട് കുറേ നാളായിട്ട് സൗഖ്യം വരാതെ വളരെ വിഷമത്തിലായിട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് ഈ മകനെ കൊണ്ടുവരും. ആദ്യം യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കിലാണ് കൊണ്ടുപോയത്. പക്ഷെ അവിടെ വെച്ച് സൗഖ്യം പ്രാപിച്ചില്ല. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിന് നമ്മൾ എടുത്തേക്കുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം, അതിൻ്റെ 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. 21 വരെയുള്ള 14 മുതൽ 21 വരെ. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള ഭാഗത്താണ് ഈ സംഭവകഥ കൊടുത്തിരിക്കുന്നത്. നമുക്കിന്ന് പഠിക്കാം. പുരുഷാരത്തിൻ്റെ അടുക്കൽ വന്നാറെ അതായത് യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരും ഒക്കെ നടന്നു വരുമ്പോൾ ചന്ദ്രരോഗം ബാധിച്ച ഒരു മകനെ സൗഖ്യമാക്കാൻ വേണ്ടി യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് ഈ മകൻ്റെ പിതാവ് കൊണ്ടുവരിക. അപ്പം അവർ യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നിട്ട് ആ മോന് സൗഖ്യം പ്രാപിച്ചില്ല. അപ്പോൾ ആ കാര്യം കൂടെ പറഞ്ഞുകൊണ്ടാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് ഈ ആൾ വരുന്നത്. അപ്പം യേശുവിൻ്റെ അടുക്കൽ വന്ന് ഇവർ നടന്നു പോകുന്ന സമയത്ത് യേശു കർത്താവിൻ്റെ അടുക്കൽ വന്ന് ഈ മനുഷ്യൻ മുട്ടുകുത്തുക എന്ന് പറഞ്ഞാൽ അങ്ങ് നമ്മൾ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ടല്ലേ എന്ന് പറഞ്ഞ പോലെ യേശു കർത്താവിൻ്റെ അടുക്കൽ മുട്ടുകുത്തി യേശു കർത്താവിനോട് അപേക്ഷിച്ചു. യേശുവേ, എൻ്റെ മകൻ ചന്ദ്രരോഗം ബാധിച്ചിട്ട് അവന് പലപ്പോഴും തീയിലും വെള്ളത്തിലും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. തീയിലും വെള്ളത്തിലും ഒക്കെ ഈ രോഗം ബാധിച്ച ആൾക്കാർക്കൊരു പ്രത്യേകതയുണ്ട്. ഇവർ തീ കണ്ടാലും വെള്ളം കണ്ടാലും ഒക്കെ ഇവർക്ക് വെള്ളത്തിലൊക്കെ വീണ് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കൂടും. വെള്ളത്തിൽ വീഴുമ്പോഴും അല്ലെങ്കിൽ തീ കാണുമ്പോഴും അല്ല തീയിലൊക്കെ വീണ് കഴിയുമ്പോഴും തീയുടെ ആ ചൂടൊക്കെ അടിക്കുമ്പോൾ ഇത് കൂടും. അപ്പോൾ ഈ മകന് പലപ്പോഴും തീയിലും വെള്ളത്തിലും വീണ് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ മോനെ ഒന്ന് സൗഖ്യമാക്കണമെന്ന് യേശുവിനോട് ഈ പിതാവ് അപേക്ഷിച്ചു. ഞാൻ ഈ വിവരം, അതായത് ഈ മോന് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, സൗഖ്യമാക്കണേന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ പോയായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവരെന്താ പറഞ്ഞേ? അവരെ കൊണ്ട് ഈ രോഗിയെ സൗഖ്യമാക്കാനായിട്ട് കഴിഞ്ഞില്ല. അത് വലിയ വിഷമമായിപ്പോയി. അപ്പം ഞാൻ യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് ഞാൻ എൻ്റെ മകനെയും കൊണ്ട് പോയി. എനിക്ക് എൻ്റെ മകന് സൗഖ്യം ലഭിച്ചില്ല. അതുകൊണ്ട് എൻ്റെ മോനെ സൗഖ്യമാക്കണേന്ന് യേശു കർത്താവിനോട് ചെന്ന് ഈ മോൻ്റെ അപ്പൻ ഇങ്ങനെ പറയുക. അപ്പോൾ യേശു കർത്താവ് പെട്ടെന്ന് ഈ ശിഷ്യന്മാരുടെ മുഖത്തോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അല്പവിശ്വാസികളെ, ഞാൻ എത്രത്തോളം നിങ്ങളോടുകൂടെ ഇരിക്കും, ഞാൻ എത്രത്തോളം നിങ്ങളെ സഹിക്കും എന്നൊക്കെ ശാസിച്ച് സംസാരിച്ചു. അതായത് യേശുവിൻ്റെ ശിഷ്യന്മാരോട് യേശു കർത്താവ് വളരെ ശാസിച്ച് സംസാരിച്ചു. അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എത്രത്തോളം നിങ്ങളോടുകൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും എന്ന് ശിഷ്യന്മാരെ നോക്കി യേശു കർത്താവ് അങ്ങ് ഇച്ചിരി ഒന്ന് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. എന്നിട്ട് ഈ പിതാവിനോട് പറഞ്ഞു, നിങ്ങളുടെ മോനെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഈ പിതാവ് എന്ത് ചെയ്തു? ഈ മോനെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. യേശു അവനെ സൗഖ്യമാക്കിയിട്ട് ആ ബാലന് ആ നാഴിക മുതൽ യേശു ആ ബാലനെ സൗഖ്യമാക്കി. യേശുവിൻ്റെ അടുക്കിലേക്ക് ഈ മോനെ കൊണ്ടുവന്നപ്പോഴത്തേക്കിന് ഇവൻ്റെ മേലുള്ള ഭൂതത്തെ യേശു ഭൂതത്തെ ശാസിച്ചപ്പോഴത്തേക്കിന് ആ സമയം മുതൽ ഈ മോൻ എന്ത് ചെയ്തു? സൗഖ്യം വന്നു. ഈ മോന് സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ഈ മോൻ്റെ രോഗമൊക്കെ മാറി അവൻ പഴയതുപോലെ
അവൻ്റെ അപ്പൻ്റെ കൂടെ വളരെ സന്തോഷത്തോടു കൂടെ മടങ്ങിപ്പോയി. എന്നിട്ട് ഈ യേശു കർത്താവ് എന്ത് ചെയ്തു? ഈ ശിഷ്യന്മാരോട് പറഞ്ഞു. എന്നിട്ട് ശിഷ്യന്മാരോട് ശിഷ്യന്മാരുടെ അടുക്കിലേക്കാണ് ആദ്യം വന്നത്. ആദ്യം വന്നപ്പോൾ ഈ മോന് സൗഖ്യം വന്നില്ല. അതിനുശേഷം ശിഷ്യന്മാരെ യേശു കർത്താവ് ചെറുതായിട്ടൊന്ന് ശാസിച്ചു. അതിനുശേഷം മോനെ എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നു. ആ മോൻ്റെ ദേഹത്ത് കൈവച്ചിട്ട് ആ മോൻ്റെ ദേഹത്തുള്ള ഭൂതത്തെ ശാസിച്ചു. ആ മോന് സൗഖ്യം വന്നു. അതിനുശേഷം സന്തോഷത്തോടു കൂടെ ഈ മകനും അപ്പനും കൂടെ മടങ്ങിപ്പോയതിന് ശേഷം ശിഷ്യന്മാർ പതുക്കെ യേശു കർത്താവിൻ്റെ അടുക്കിലോട്ട് വന്നിട്ട്, യേശു അപ്പച്ച, ഞങ്ങളെന്താ ആ മോനെ സൗഖ്യമാക്കിയിട്ട് ആ ഭൂതം എന്താ വിട്ടുപോകാഞ്ഞേ, അല്ലെങ്കിൽ അവൻ്റെ മേലുണ്ടായിരുന്ന ആ രോഗം എന്താ മാറിപ്പോകാഞ്ഞേ എന്ന് യേശുവിനോട് പതുക്കെ ഈ ശിഷ്യന്മാർ വന്ന് ചോദിച്ചപ്പം യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസം കുറവാണ്. നിങ്ങൾ അല്പവിശ്വാസികളായതുകൊണ്ടാണ് നിങ്ങളങ്ങനെ ചെയ്തിട്ട് ആ രോഗം മാറിപ്പോകാഞ്ഞത്. നിങ്ങൾക്ക് എങ്ങനെ വിശ്വാസം ഉണ്ടായിരിക്കണം? നിങ്ങൾക്ക് നല്ല വിശ്വാസം ഉണ്ടായിരിക്കണം. വിശ്വാസത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് പറ്റുമെന്നാണ് പറഞ്ഞേ? ഈ മലയോട് ഇവിടെ നിന്ന് മാറിപ്പോകാൻ പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. പിന്നെ നിങ്ങളെക്കൊണ്ട് കഴിയാത്തതായിട്ട് ഒന്നും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. ആ വിശ്വാസം ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ അപ്പനും മോനും ഒക്കെ അങ്ങ് പോയി, സൗഖ്യം പ്രാപിച്ച് എല്ലാവരും മടങ്ങിപ്പോയപ്പം പതുക്കെ വന്നിട്ട് യേശുവിനോട് ചോദിക്കുക, ഞങ്ങൾ നോക്കിയിട്ട് എന്താ ഇത് നടക്കാഞ്ഞേ? യേശു കർത്താവ് പറഞ്ഞപ്പോൾ തന്നെ സൗഖ്യമായല്ലോ, ഞങ്ങൾ നോക്കിയിട്ട് എന്താ ഈ സംഭവം നടക്കാഞ്ഞാണ്. അപ്പോൾ യേശു കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ അങ്ങനെ മാറിപ്പോവുകയും നിങ്ങൾ പറയുന്നതൊക്കെ അല്ലെ നിങ്ങൾ ചെയ്യുന്നതൊക്കെ സാധ്യമാകുകയൊക്കെ ചെയ്യുമെന്ന് യേശു കർത്താവ് പറഞ്ഞു. അതുമാത്രമല്ല, ഇതിനകത്ത് പ്രധാനപ്പെട്ട വേറൊരു കാര്യമുണ്ട്. പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ വേണം? വിശ്വാസം മാത്രം പോരാ, പ്രാർത്ഥന ഉണ്ടായിരിക്കണം, ഉപവാസം ഉണ്ടായിരിക്കണം. ഈ പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ വിശ്വാസത്തിന് കുറച്ചും കൂടെ, നമ്മൾ വിശ്വാസത്തോടെ പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ചും കൂടെ എന്താ പറയുക, ദൈവം നമ്പുരാൻ അതിനുവേണ്ടി കുറച്ചുകൂടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ളൊരു ദൈവത്തിൻ്റെ ഒരു കൃപ നമുക്ക് വരത്തുള്ളൂ. അപ്പം നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തിൽ നിൽക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ സംഭവിക്കാനും, അല്ലെങ്കിൽ നമുക്ക് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവം കേൾക്കാനും ഒക്കെ ഇടയായിത്തീരും. അതാണ് ശിഷ്യന്മാരുടെ യേശു കർത്താവ് പറഞ്ഞു കൊടുത്തത്. അപ്പം നമുക്കിന്ന് ഈ പാഠത്തിൽ നിന്നൊരു വാക്യം പഠിക്കാം. വാക്യം ഇതാണ്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിന് ചെറിയൊരു ഭാഗമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അത്, എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഒന്നുകൂടെ പറയാം. മത്തായി 17:21. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഈ പാഠം മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? മത്തായിയുടെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൻ്റെ 14 മുതൽ 21 വരെയുള്ള വേദഭാഗം എന്ത് ചെയ്യണം? വീട്ടിൽ പോയി പലതവണ വായിക്കണം. വായിക്കാൻ പറ്റാത്തവരും വായിക്കാൻ അറിയാത്തവരും എന്ത് ചെയ്യണം? പേരൻസിൻ്റെ സഹായം തേടണം. ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് വായിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരുമിച്ച് അവിടുത്തെ പാദമെടുത്തെങ്കിൽ അടുത്ത് വരുന്നു. കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പഠിപ്പിക്കുകയും ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹവും വിടുതലുമാക്കി തീർക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.